ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരിയൻ സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അമ്മയോടൊപ്പമുള്ള യാത്രയാണ് ഈ സന്ദേശം. നമ്മൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ അമ്മയും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നു, കാണുന്നു, മറ്റുള്ളവർക്കായി നൽകുന്നു. അതിലൂടെ അമ്മയുടെ അനുഗ്രഹം നമ്മളൊക്കെ സ്വീകരിക്കുന്നു. ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ മാതാവിൻ്റെ കൈ പിടിക്കുന്നു. ജപമാല കഴിയുമ്പോൾ മാതാവ് നമ്മുടെ കൈ പിടിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതാണ്. അപ്പം ജപമാല എന്നും അനുഗ്രഹമാണ്. ജപമാല എന്നും വലിയ കൃപയാണ്. അമ്മയുടെ അത്ഭുതം അതാണ്. ജപമാലയാണ് ഒരു അത്ഭുതം. അതുകൊണ്ടാണല്ലോ അതിനെ അത്ഭുതമാല എന്ന് വിളിക്കുന്നത്. 1912 നൊബേൽ സമ്മാനം കിട്ടിയ മെഡിസിന് നൊബേൽ സമ്മാനം കിട്ടിയ ഡോക്ടർ അലക്സി കാരലിനെ കുറിച്ച് അച്ഛൻ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മനോഹരമായൊരു പുസ്തകമാണ് ജേർണി ടു ലൂർദ്. ഹാരി ഫെറാൻഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. ഈശ്വരൻ ഉണ്ടെങ്കിൽ എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഫാദർ എ അടപ്പോൾ അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അത്രയും സുന്ദരമായൊരു പുസ്തകമാണ്. നിരീശ്വരനായ അലക്സി കാരൽ ഫ്രാൻസിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ലൂർദിൽ നടന്ന അത്ഭുതം കണ്ട് വിശ്വാസിയായവരാണ്. ഒരുപാട് അത്ഭുതങ്ങൾ ലൂർദിൽ സംഭവിക്കുന്നുണ്ട്. 2015 ഒരു മാസക്കാലം ലൂർദിൽ ആ പള്ളിയിൽ സഹായിക്കാൻ അച്ഛന് ഭാഗ്യം കിട്ടി. അവിടുത്തെ റക്ടർ അച്ഛന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവിടെ താമസിച്ച് ഒരു മാസമാണ് അവിടെ ശുശ്രൂഷ ചെയ്തത്. അപ്പോഴൊക്കെ അവിടെ നടത്തപ്പെടുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തെ ലീഡ് ചെയ്യാൻ 4 പ്രാവശ്യം എനിക്ക് മാതാവ് അവസരം ഉണ്ടാക്കി തന്നു, ബ്ലെസ്സിംഗ് കൊടുക്കാനൊക്കെ. ഒരിക്കൽ നടന്ന ഒരു അത്ഭുതമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അത്ഭുതമാണ് അച്ഛൻ സൂചിപ്പിക്കുന്നത്. ഇതുപോലെ ദിവ്യകാരുണ്യ പ്രദർശനം നടക്കുന്നു. ഒരപ്പനും മകനും അവിടെ വന്നിട്ടുണ്ട്. ഒത്തിരിയേറെ രോഗികൾ സുഖപ്പെടുന്ന ഒരവസരമാണ് ആ പ്രദക്ഷിണ സമയം. ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു പ്രദർശനമാണത്. ഈ അപ്പനും മകന് സൗഖ്യം കിട്ടും എന്നുള്ളൊറ്റ വിശ്വാസത്തിൽ അപ്പൻ മകനെയും കൊണ്ട് ലൂർദിലെത്തിയതാണ്. മകന് നടക്കാനാവില്ല. ഏകദേശം 8 വയസ്സ് പ്രായമുള്ളവൻ ഇതുവരെ നടന്നിട്ടില്ല. അവന്റെ അസുഖം അതാണ്. അവനങ്ങനെ നടക്കാൻ കഴിയാതെ വീൽ ചെയറിലാണ് എപ്പോഴും. മാതാവിനോട് പ്രാർത്ഥിക്കാൻ വന്നതാണ്. അവനും നടന്നു കാണാനുള്ള ആഗ്രഹവും പ്രാർത്ഥനയും കൊണ്ട് ദിവ്യകാരുണ്യ പ്രദർശനം നടക്കുന്നു. ഒരു സൈഡിലിരുന്ന് ഈ അപ്പനും മകനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രദർശനം കടന്നു പോകുമ്പോൾ ഈ മകൻ ദിവ്യകാരുണ്യത്തെ നോക്കി പറഞ്ഞു, നീ എനിക്കിത് ചെയ്തു തന്നില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയോട് പറയും. അവന്റെ ഭാഷയിൽ, നീ എനിക്കിത് ചെയ്തു തന്നില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയോട് പറയും. കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൻ ദിവ്യകാരുണ്യ പ്രദർശനം കടന്നുപോയി നോക്കിയപ്പോൾ മകനെ കാണാനില്ല. അവനിരുന്ന വീൽ ചെയർ അവിടെ തന്നെയുണ്ട്. അവനെ കാണാനില്ല. ഭയന്ന് വിറച്ച് നെട്ടോട്ടം മൂടി. നടക്കാൻ വയ്യാത്ത ഈ മകനെ ആരോ എടുത്തുകൊണ്ടു പോയിരിക്കുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ ഈ മകനെ തിരക്കി ഈ അപ്പനിങ്ങനെ നടക്കാണ്. അപ്പനിങ്ങനെ നടക്കുമ്പോൾ ദിവ്യകാരുണ്യം വഹിച്ചിരിക്കുന്ന അച്ഛന്റെ അടുത്ത് ഈ മകൻ നിൽക്കുന്നു. ഈ അച്ഛനോടൊപ്പം ഈ മകന് നടന്നു പോകുന്നു. 8 വർഷമായി നടക്കാത്തൊരു മകൻ, ഈ മകൻ ഇന്ന് നടന്നിരിക്കുന്നു. ലൂർദിലെ മാതാവിന്റെ അത്ഭുതങ്ങളിൽ ഒന്നാണിത്. നീ എനിക്കത് ചെയ്തു തന്നില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയോട് പറയും. ഭയന്നിട്ടല്ല, സ്നേഹം കൊണ്ടാണ് ഈശോ അമ്മയോട് പറയുമെന്നുള്ള ഭയം കൊണ്ടല്ല, മറിച്ച് ആ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് ആ ദിവ്യകാരുണ്യ പ്രദർശനം നടക്കുമ്പോൾ ആ കുഞ്ഞിനെ ഈശോ നടത്തിച്ചു. അമ്മ അതിന് സഹായിച്ചു. അതാണ് അത്ഭുതം. ഈ ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുതങ്ങൾ മാതാവ് വഴി സംഭവിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ
ഇതുപോലെ അനുഗ്രഹങ്ങൾ തരാതിരിക്കാൻ അമ്മയ്ക്കാവില്ല. അമ്മ ഇത് കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.